വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ ചാനലിലെ 18 ദിവസത്തിൻ്റെ ഫെർട്ടിലിറ്റി ചലഞ്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു കുട്ടിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 18 ഡേയ്സ് ഫെർട്ടിലിറ്റി ചലഞ്ച് ഫോളോ ചെയ്യാനായിട്ടുള്ള കാര്യം, ആ കുട്ടി അബ്രോഡ് ആയിരുന്നു. ഡോക്ടറെ പെട്ടെന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ചലഞ്ച് ഫോളോ ചെയ്തതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആ കുട്ടിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ലഗപ്ത് വോൾ എക്സസൈസും കൂടി ചെയ്തിട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഗപ്ത് വോൾ എക്സസൈസിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം ഓൾറെഡി വീഡിയോസൊക്കെ ലഗപ്ത് വോൾ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ലാസ്റ്റ് ഡേ വരെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അതുപോലെ 18 ഡേയ്സിൻ്റെ ചലഞ്ച് എങ്ങനെയാണെന്നും അറിയാനായിട്ട് പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടു നോക്കുക. യാതൊരു ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷൻസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, സി, കാൽഷ്യം, അയൺ, അമിനോ ആസിഡ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ തന്നെ ആന്റി ഓക്സിഡൻസ് വേണം. അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഗോജി ബെറി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണയായിട്ട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകും എന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പേര് ആ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നുമുണ്ട്. അതുപോലെ ഈവനിങ് സമയത്ത് എല്ലാ ദിവസവും എടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ഈ ഗോജി ബെറി എന്ന് പറയുന്നത് കേട്ടോ. ഇതിലൂടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമുക്ക് സ്ത്രീകളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഇതിൽ വുമൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ഇതിൽ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എഗ്ഗിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉള്ളത് കൊണ്ട് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് എഗ്ഗിന്റെ ക്വാളിറ്റി കുറയാനായിട്ടും ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇന്ന് പ്രഗ്നന്റ് ആകുന്നത് ഒരു വിവാഹം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം തന്നെ പ്രഗ്നന്റ് ആകുന്നവരൊന്നുമില്ല. അതുപോലെ തന്നെ പ്ലാനിങ് ചെയ്തിട്ട് പ്രഗ്നൻസി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു 30s കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിന്റെ ക്വാളിറ്റി ഒന്ന് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മൾ ആന്റി ഓക്സിഡൻസ് ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഈ ഫുഡ് ഐറ്റം നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വിറ്റമിൻ സിയുടെയും ബീറ്റാ കരോട്ടിനും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹോർമോൺസിന്റെ പ്രവർത്തനം എല്ലാം തന്നെ നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൃത്യസമയത്ത് ഓവുലേഷനും അതുപോലെ പീരിയഡ്സും ഒക്കെ വരാത്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ സിറ്റുവേഷൻ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹോർമോണൽ ഇംബാലൻസസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള എഗ്ഗ് തന്നെ പ്രൊഡ്യൂസ് ആയി റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഇതിൽ അയേൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനീമിക് ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും രക്തയോട്ടം നന്നായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പലപ്പോഴും നമുക്ക് പ്രഗ്നൻസി നീണ്ടുപോകുന്നത് എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടും നമ്മുടെ എഗ്ഗ് ഗ്രോ ആവുന്ന സമയത്ത് എഗ്ഗിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഗോജി ബെറി എടുക്കാവുന്നതാണ്. പ്രഗ്നൻസി ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് എൻഡോമെട്രിയം വോളൊക്കെ തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ആക്സസ് ചെയ്തിട്ട് നന്നായിട്ട് ആ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോയി 9 months വരെ നന്നായിട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആക്കാൻ, ഓവുലേഷൻ നന്നാക്കാൻ, എൻഡോമെട്രിയൽ ലൈനിങ് നന്നാക്കാൻ, സെർവിക്കൽ മ്യൂക്കസ് നന്നാക്കാൻ, അങ്ങനെ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടോപ്പിക്സും ഇത് സ്ത്രീകൾക്ക് കവറായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടിപ്സും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള ഈ നട്ട്സും ബെറീസും ഒക്കെ നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി പുരുഷന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സ്പേമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒപ്പം അതുപോലെ തന്നെ
നമ്മുടെ ലോ കൗണ്ട് അതുപോലെ അതർ സ്പേം റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് സ്പേം ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നവർക്ക് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുമൊക്കെയാണ് പുരുഷന്മാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഇമ്മ്യൂണിറ്റി പവർ ഒപ്പം ചേർന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഐസ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്രെയിൻ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുമ്പോഴേക്കും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും അതിന് ശേഷമുള്ള സമയത്താണെങ്കിലും സ്ട്രെസ് നിങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഗോജി ബെറീസ് നമ്മുടെ ആ ഒരു ഉണക്കമുന്തിരി പോലെ തന്നെയുള്ള ആ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ളതായിരിക്കും ഇത്. അത് നിങ്ങൾ കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി ആ വെള്ളവും ഇതും കൂടി ചേർത്തിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ചേർത്തിട്ട് ഒപ്പം ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ സ്മൂത്തീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. രണ്ടാമതായി അവർ ഉപയോഗിച്ചത് ക്രാൻബെറി ആണ് കേട്ടോ. എങ്ങനെയാണ് ക്രാൻബെറി പ്രഗ്നന്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എഗ്ഗിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും സെല്ലുലാർ പ്രൊട്ടക്ഷൻ നന്നായിട്ട് നടക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ടോക്സിൻസ് അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസുമാണ് നമ്മുടെ എഗ്ഗിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ എഗ്ഗ് വളർന്ന് നാച്ചുറലി തന്നെ റപ്ചർ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിന് ഫെർട്ടിലൈസ്ഡ് ആകാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇത് അങ്ങനെ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ അതിനെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ എഗ്ഗ് വളരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, റപ്ചർ ആക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി അവിടെ ഇല്ലെങ്കിൽ അതിനെ ഫെർട്ടിലൈസ്ഡ് ആകാനായിട്ട് സാധിക്കില്ല. DNA ഡാമേജ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ക്രാൻബെറി റെഗുലർ ആയിട്ട് എടുക്കുന്നത് DNA ഡാമേജ് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി, വിറ്റമിൻ ഇ എന്നിവയെല്ലാം തന്നെ നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് ഹോർമോൺ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. PCOD, തൈറോയ്ഡ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇത് അവരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോണിന്റെയും ആൻഡ്രോജന്റെ ലെവലൊക്കെ റിഡ്യൂസ് ആക്കി മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷനും കറക്റ്റ് ആക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് തരുന്നുണ്ട് കേട്ടോ. മൂന്നാമതൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ യൂട്രസിന്റെയും വജൈനൽ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വജൈനയുടെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇത് ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓൾറെഡി യൂറിനറി ഇൻഫെക്ഷന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡാണ് ക്രാൻബെറി എന്ന് പറയുന്നത്. കാരണം ക്രാൻബെറിയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടേഴ്സ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഈ ക്രാൻബെറി നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ യൂട്രൈന്റെ ബ്ലാഡറിൽ സ്റ്റിക്കായി നിൽക്കുന്ന ഈക്കോളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുമാണ് സ്ത്രീകൾക്ക് അവരുടെ ഓവുലേഷന് മുൻപ് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാർക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് സ്പേം ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. DNA ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൗണ്ടും അതിന്റെ മോട്ടിലിറ്റി, അതായത് അതിന്റെ മൂവ്മെന്റ്, മോർഫോളജി, അതായത് അതിന്റെ ഷേപ്പ്, ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് ക്രാൻബെറി കൊടുക്കാവുന്നതാണ്. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് എൻഡോമെട്രിയൽ തിക്നെസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. PCODയുടെ കണ്ടീഷൻ ഉണ്ടാകുന്ന ആളുകൾക്ക് അവരുടെ ക്വാളിറ്റി കുറയുന്നത് പോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കുറയുന്ന കണ്ടീഷൻ. അങ്ങനെയുള്ള ആളുകൾക്ക് തിക്നെസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എൻഡോമെട്രിയൽ തിക്നെസ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗോ സ്പേമും നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടി തന്നെയും അതിന് അറ്റാച്ച് ആയിട്ട് വളരുന്ന എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോവുകയാണെങ്കിൽ ആ ക്വാളിറ്റി ഉള്ള എംബ്രിയോയ്ക്ക് അവിടെ നാശം സംഭവിക്കുകയും നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എൻഡോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ക്രാൻബെറിയിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈല്യൂട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് യൂട്രസിലോട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്തൊരു ഗുണമാണ് ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ നമ്മുടെ സെല്ലുലാർ സ്ട്രെസ്സും അതുപോലെ യൂട്രൈൻ എൻവയോൺമെന്റ് ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് പ്രൊജസ്ട്രോൺ സപ്പോർട്ടിലൂടെയാണ്. ശരീരത്തിൽ ലുട്ടിയൽ ഫേസിൽ നന്നായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഈസ്ട്രോജൻ എഗ്ഗ് വളരാനായിട്ടൊക്കെ സഹായിക്കുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ ആണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും എൻഡോമെട്രിയം തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഗർഭാശയ ശിശുവിന്റെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്നത്. ഈ പ്രൊജസ്ട്രോണിന്റെ ലെവൽ ശരീരത്തിൽ പലപ്പോഴും കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് പീരിയഡ്സ് നേരത്തെ ആവുകയോ അല്ലെങ്കിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് പീരിയഡ്സിൽ ഉണ്ടാവുകയോ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫുഡ് ഐറ്റത്തിലെ പ്രൊജസ്ട്രോണിന്റെ കണ്ടന്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു സപ്പോർട്ട് കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് വാസ്കുലർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ രക്തക്കുഴലുകളുടെ ഫോർമേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഭ്രൂണവും അതായത് നമ്മുടെ എംബ്രിയോയും അമ്മയും നമ്മളും തമ്മിലുള്ള ഒരു രക്തവിതരണം കൂടിച്ചേരുമ്പോഴാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓവുലേഷൻ നടക്കുന്ന സമയത്തും പുരുഷന്മാർക്കും ഇംപ്ലാന്റേഷൻ നടക്കാനും ഒക്കെ ഈ ഒരു ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് മേടിക്കേണ്ട സമയത്ത് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതെന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ വിത്ത് ഷുഗറും വിത്തൗട്ട് ഷുഗറുമായിട്ട് ക്രാൻബെറി അടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിനെല്ലാം തന്നെ സ്വീറ്റ് ആയതുകൊണ്ട്, മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് പിക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. PCOD ഉള്ള ചില സ്ത്രീകൾക്ക് ഡയബറ്റിക്കിന്റെ കണ്ടീഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ക്രാൻബെറി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ക്വാണ്ടിറ്റി കുറച്ച് ഉപയോഗിക്കാനായിട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്രാൻബെറി വിത്തൗട്ട് ഷുഗർ ആവാനായിട്ട്, വിത്തൗട്ട് ഷുഗർ ആയിരിക്കണം മസ്റ്റ്. വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ള ക്രാൻബെറി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓൺലൈനിൽ മേടിക്കുന്ന സമയത്ത് വിത്തൗട്ട് ഷുഗർ ക്രാൻബെറി എന്നോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞ് മേടിച്ചാൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ ശരീരത്തിലെ ഗുണം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. കുറച്ചൊരളവിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ട് നമ്മൾ എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. സാധാരണ നമ്മൾ ഉണക്കമുന്തിരി മേടിക്കുമ്പോൾ കാണാൻ പറ്റില്ലേ, ആ ഒരു വലിപ്പത്തിലായിരിക്കും ഈ ക്രാൻബെറി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ക്രാൻബെറി ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ റെസിപ്പീസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില ആളുകൾ ഇതൊരു ജ്യൂസ് ഒക്കെ ആക്കി കുടിക്കുന്നവരുണ്ട്. ഒരിക്കലും ഒരുപാട് മധുരവും വെള്ളവും ആഡ് ചെയ്തിട്ട് ഇത് ജ്യൂസ് ആക്കി കുടിക്കരുത്. ഇതിന്റെ ഗുണമൊന്നും നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടില്ല. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ട ഒന്നാണ് ക്രാൻബെറി എന്ന് പറയുന്നത്. കുറച്ചൊരു ക്വാണ്ടിറ്റി മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1.5 മാസത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷനും പീരിയഡ്സും ഇംപ്ലാന്റേഷനും ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. ഒരിക്കലും ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം 5 അല്ലെങ്കിൽ അങ്ങറ്റം പോയി കഴിഞ്ഞാൽ 10 ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ 1 മാസം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മന്ത്സ് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ക്യൂർ ആകും. ഒരു സൂപ്പർ ഫുഡ് എന്നാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിനെയും നട്ട്സിനെയും ഒക്കെ വിളിക്കുന്നത്. മസ്റ്റ് ട്രൈ ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.